യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ സാധിക്കും. ചിലർ യേശുവിൽ നിന്നുള്ള വചനങ്ങളെ കേൾക്കുവാൻ വേണ്ടി വരുന്നു, ചിലർ യേശുവിനെ പരീക്ഷിക്കുവാൻ വേണ്ടി വരുന്നു. എന്നാൽ ചിലരുണ്ട് യേശുവിൻ്റെ കൂടെ ഇരിപ്പാൻ, യേശുവിൻ്റെ സിൻസിയറായി യേശുവിനെ വിട്ടുപോകാത്ത കുറച്ച് പേരുണ്ട്. ആ കുറച്ച് പേരെന്ന് പറയുന്നത് അവൻ്റെ ശിഷ്യന്മാരാണ്. 12 പേരടങ്ങുന്ന ശിഷ്യന്മാർ. 10 വേണ്ടി വന്ന അത്ഭുതങ്ങൾക്ക് വേണ്ടി വന്ന പുരുഷാരമൊക്കെയും യേശുവിനെ വിട്ടു മാറിയപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു, നിങ്ങൾക്കും പോകാം. അപ്പോൾ തൻ്റെ ശിഷ്യന്മാർ പറഞ്ഞ ഒരു വാക്ക്, നിത്യജീവൻ്റെ മൊഴി നിന്നിലുണ്ട്, ഞങ്ങൾക്ക് നിന്നെ വിട്ട് എവിടെ പോകാൻ സാധിക്കും? ശുശ്രൂഷയിൽ നിന്ന് അതെനിക്ക് കിട്ടും, കാറ് കിട്ടും, അല്ലെങ്കിൽ വേദികൾ കിട്ടും, ഫേമസ് ആകും. ദൈവിക ശുശ്രൂഷയിൽ നിന്നുള്ള ബെനിഫിറ്റാണോ നിൻ്റെ ഉദ്ദേശം, അതോ കർത്താവിനെയാണോ നിങ്ങളുടെ ഉദ്ദേശം? യേശുവിൻ്റെ മഹത്വവും യേശുവിൻ്റെ സാന്നിധ്യവുമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങളുടെ കൂടെ എപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. തൊടുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടും. പലരും വീണു പോകാനുള്ള കാരണം, പലരും യേശുവിൽ നിന്നും മാറിപ്പോകാനുള്ള കാരണം, ഇറങ്ങിത്തിരിച്ചിട്ട് ആഗ്രഹിച്ചതുപോലെ ഇരിക്കാത്തത് കൊണ്ടാണ്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി, എന്നാൽ എനിക്കൊന്നും കിട്ടിയില്ല, എൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറിയില്ല, മറ്റുള്ളവർ പ്രസംഗിക്കുന്ന പോലെ എനിക്ക് പ്രസംഗിക്കാൻ കഴിയില്ല, ഇങ്ങനെ കിട്ടുന്നില്ല, ലഭിക്കുന്നില്ല എന്നിങ്ങനെയുള്ള ചിന്തയാണ് പലരും യേശുവിൽ നിന്ന് മാറാനുള്ള, ശുശ്രൂഷയിൽ നിന്ന് മാറാനുള്ള കാരണം. എന്നാൽ ഇതൊന്നും പ്രതീക്ഷിക്കാതെ അവൻ്റെ രാജ്യം വളരണമെന്നുള്ള ചിന്തയിൽ നിൽക്കുന്നവർക്ക് ഈ ഒന്നും ലഭിച്ചില്ലേലും യേശുവിൻ്റെ കൂടെ ഇരിക്കും. സാന്നിധ്യം കൊതിക്കുന്നവർ അങ്ങനെയാണ്. യേശുവിനോട് സ്നേഹമുള്ളവർ അങ്ങനെയാണ്. എവിടെയെങ്കിലുമൊക്കെ യേശുവിനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ യേശുവിനെ വിട്ട് നിങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ കാരണം യേശുവിനോടുള്ള നിങ്ങളുടെ സ്നേഹക്കുറവ് മാത്രമാണ്, യേശുവിനോടുള്ള നിങ്ങളുടെ കമ്മിറ്റ്മെൻ്റ് ഇല്ലായ്മ മാത്രമാണ്. അതുകൊണ്ട് യേശുവിനെ സ്നേഹിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, യേശുവിൻ്റെ മഹത്വം ആഗ്രഹിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, യേശുവിൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ ദിവസങ്ങളിൽ കർത്താവിനോട് ചേരുക, കർത്താവിനോട് പുതിയ തീരുമാനത്തോടുകൂടി പുറത്തു വരിക. ഗാഡ് ബ്ലസ് യു. ആമേൻ.